നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ ഘട്ടത്തിൽ IPL അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അതിനടുത്ത് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ആരായിരിക്കും IPLൻ്റെ ചാമ്പ്യന്മാരാകാൻ സാധ്യത അതൊന്ന് പരിശോധിക്കാം. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിനാണ് സാധ്യത എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം അവർ വളരെ പിറകിലായിരുന്നു. പിന്നീട് 6 മത്സരങ്ങളിൽ 5 തുടർച്ചയായി 5 ജയിച്ച് ഇപ്പോൾ പോയിന്റ് ടേബിൾ മുകളിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ വിജയവഴി, അവരുടെ മൊമെൻറ്റം, അവരുടെ ബാറ്റർമാരും ബൗളർമാരും ഫീൽഡിങ്ങും ഗംഭീരമായിട്ട് ഇതെല്ലാം ഒരുപോലെ ഒത്തിണങ്ങി വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കാരണം. ബൗളിങ്ങിൽ നോക്കൂ, കഗീസോ റബാദ ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കഗീസോ റബാദ 3 വിക്കറ്റ് വീഴ്ത്തി. 28 റൺ കൊടുത്തിട്ട് 3 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ ജേസൺ ഹോൾഡർ 3 വിക്കറ്റ് വീഴ്ത്തി. കഗീസോ റബാദയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉപയോഗിച്ച രീതി സാധാരണഗതിയിൽ ആദ്യം 2 ഓവർ, പവർ പ്ലേയിൽ 2 ഓവർ, പിന്നീട് അവസാനത്തേക്ക് 2 ഓവർ എന്നുള്ളതാണ് ഒരു ഓപ്പണിംഗ് ബൗളറെ പോലെ കഗീസോ റബാദയെ പോലെ ഒരു ഫാസ്റ്റ് ബൗളറെ കൊണ്ട് ചെയ്യാറ്. പക്ഷേ ഇന്നലെ ഒറ്റയടിക്ക് 4 ഓവർ കഗീസോ റബാദയുടെ പന്തെറിഞ്ഞ് തീർപ്പിച്ചു. അതൊരു ആ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു തീരുമാനമായിരുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ. അങ്ങനത്തെ തീരുമാനങ്ങൾ ഇപ്പോൾ അവരുടെ ബൗളേഴ്സ് നോക്കൂ. കഗീസോ റബാദ, പ്രസിദ്ധ് കൃഷ്ണ ഇപ്പോൾ 2-3 കളിക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. പ്രസിദ്ധ് കൃഷ്ണ, ജെയ്സൺ ഹോൾഡർ, സ്പിന്നിലാവട്ടെ റാഷിദ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തി അതിഗംഭീര ഫോമിലാണ്. റാഷിദ് ഖാൻ എന്തൊരു ബാലൻസിങ് ആണ് ആ ടീം. ഇനി ബാറ്റിങ്ങിലേക്ക് വന്ന് നോക്കൂ. സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ. സായി സുദർശൻ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും സ്ഥിരതയുള്ള കളിക്കാരിൽ ഒരാളാണ്. ശുഭ്മാൻ ഗിൽ അവരുടെ ഓപ്പണിംഗ്, പിന്നീട് വാഷിങ്ടൺ സുന്ദർ വരുന്നു, അങ്ങനെ ജോസ് ബട്ട്ലർ ഉണ്ട്. ഇങ്ങനെ അവരുടെ ബാറ്റിംഗ്. ഇനിയിപ്പം മധ്യനിരയിലേക്ക് പോയി നോക്കൂ. ജേസൺ ഹോൾഡറെയും റാഷിദ് ഖാനെയും പോലുള്ള ഓൾറൗണ്ടർമാർ. ഇവർ ബോൾ കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നവർ. വാഷിങ്ടൺ സുന്ദറും അവർ നല്ല സ്പിൻ ബൗളറാണ്, നല്ല ബാറ്ററാണ്, സാങ്കേതികതയുള്ള ബാറ്റർമാരാണ്. ഇപ്പോൾ ഈ ഓൾറൗണ്ടർമാരെല്ലാം സാങ്കേതികതയുള്ള ബാറ്റർമാരാണ്. ഇപ്പോൾ ഹോൾഡർ ആയാലും സുന്ദർ ആയാലും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർമാരാണ്. അങ്ങനെ അവരുടെ ടീം കോമ്പിനേഷൻ വളരെ കൃത്യമാണ്. അവരുടെ ബൗളിങ്ങിൽ കൃത്യമായ ബാലൻസിങ് ഉണ്ട്, വേരിയേഷൻ ഉണ്ട്. പേസ് ബൗളിങ്ങിലായാലും സ്പിൻ ബൗളിങ്ങിലായാലും ആ വേരിയേഷൻ ഉണ്ട്. ബാറ്റിങ്ങിലും അതുണ്ട്. ഫീൽഡിങ് അതിഗംഭീര ക്യാച്ചുകളാണ് എടുക്കുന്നത്. അങ്ങനെ ഫീൽഡിങ്ങും അവർ ഒത്തിണങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ടേബിൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിലാണ്. വിന്നിങ് മൊമെൻറ്റം അത് അവർക്കൊപ്പമാണ്. ഒരു ഒഴുക്ക്, കളിയുടെ വിജയത്തിൻ്റെ ഒഴുക്ക് അവർക്കൊപ്പമാണ്. ഈ ഘട്ടത്തിൽ ആ ടോപ്പ് 4 RCBയെക്കാളും സൺറൈസേഴ്സ് ഹൈദരാബാദിനേക്കാളും പഞ്ചാബ് കിങ്സ് 11 മുകളിൽ ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ്. അതിന് താഴെ ചെന്നൈ സൂപ്പർ കിങ്സ് റെഡിയായി നിൽക്കുന്നുണ്ട്, രാജസ്ഥാൻ റോയൽസ് ഉണ്ട്. ഇവരൊക്കെ പ്ലേ ഓഫിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ആ നിലയിലൊക്കെ ഈ ടീമുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ മീതെ ഗുജറാത്ത് ടൈറ്റൻസിനെ ചാമ്പ്യന്മാരാകുമെന്ന് ഈ ഘട്ടത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ വിന്നിങ് മൊമെൻറ്റമാണ്, ഒഴുക്കാണ് അവരുടെ വിജയത്തിൻ്റെ. അവരുടെ ടീം കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റായിട്ട് വന്നു. നല്ലൊരു ക്യാപ്റ്റനുണ്ട് അവർക്ക്. എല്ലാം കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യതയാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് തന്നെയാണ് IPLൽ ചാമ്പ്യന്മാരാകാനുള്ള ഈ ഘട്ടത്തിലെ സാധ്യത.